ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒട്ടും പൊടിഞ്ഞു പോവാതെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 2 വലിയ ദശക്കട്ടിയുള്ള മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടെ പിലോപ്പി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ തിലോപ്പിയ എന്ന് പറയും. അപ്പോൾ നല്ല ദശക്കട്ടിയുള്ള മീനാണിത്. ആദ്യം തന്നെ നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 സ്റ്റെപ്പായിട്ടാണ് മീനിൽ മസാല പുരട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ആവാനായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ മാത്രമുള്ള മസാല തേച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളൊരു അരച്ചിട്ടൊരു മസാല റെഡിയാക്കും, അതാണ് രണ്ടാമത് തേച്ച് കൊടുക്കുന്നത്. ഈ ഒരു മസാല നമുക്ക് മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഉള്ളിലും സൈഡിലും എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കണം. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ദശക്കട്ടിയുള്ള മീനാണ് എടുക്കണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം. ആ ഒരു മുള്ളിൻ്റെ ഭാഗം വരെ നന്നായിട്ട് വരഞ്ഞ് കൊടുത്താലേ ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. എല്ലായിടത്തോട്ടും നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അടുത്ത മസാലയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ മീനിൽ പിടിക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മീൻ വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഈ അരപ്പൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മീനൊക്കെ ഒട്ടും പൊടിഞ്ഞു പോവാതിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മുടെ അടുത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് കായപ്പൊടി. നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 നുള്ള് ചേർത്ത് കൊടുത്താൽ ഈ മീനിൻ്റെയൊക്കെ ഉളുമ്പ് ചുവ ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് ഞാനിപ്പോൾ ഇത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തേച്ച് കൊടുത്തത് ശരിക്കും ഉപ്പും മുളകൊക്കെ പിടിക്കാനുള്ളൊരു മസാലയാണ്. പിന്നെ നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഉള്ളിലോട്ടൊക്കെ പിടിക്കാനായിട്ട് പാടായിരിക്കും. ആ ഒരു മസാലയുടെ എരിവൊക്കെ പിടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ 2 സ്റ്റേജായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാലയും നമുക്ക് മീനിൻ്റെ എല്ലായിടത്തോട്ടും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ആ വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടുതൽ വെച്ചാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഫിഷ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം നല്ല ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ വേവണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഫിഷ് ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടിഞ്ഞും പോവില്ല, അതുപോലെ തന്നെ ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യില്ല. സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റ് വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സ്പെഷ്യൽ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്